അസ്സലാമലൈക്കും, എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ പാലും അവലും ഒക്കെ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് കണ്ടു നോക്കൂ. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് 1/2 കപ്പ് അവലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏത് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരുവിധം അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പാകമായി കാണും. ഇനി അടുത്തതായിട്ട് അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 6 ചെറുപഴമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ടൊരു ഗ്ലാസിൻ്റെ ചൂട് വെച്ച് ഞാൻ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തണുപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഒരു പാക്കറ്റ് ഫ്രഷ് പാലാണ് ഞാനിവിടെ തണുപ്പിച്ചെടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ പാൽ തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ 2 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ രണ്ടിലും 1 ടേബിൾ സ്പൂണോളം അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പാലിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ വീണ്ടും ഇതിലോട്ട് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അത് രണ്ടിലും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് പാലിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ബൂസ്റ്റോ ഹോർലിക്സോ ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് വീണ്ടും പാലിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വീണ്ടും അവിലിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് വീണ്ടും കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഞാൻ കുറച്ച് റൈസിൻസും കാഷ്നട്ടുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ജേംസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്, ഓപ്ഷണലാണ്. നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ അവൽ മിൽക്ക്. നല്ല അടിപൊളി ടേസ്റ്റി അവൽ മിൽക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട്